കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു BS3 ഡ്യൂക്ക് 390ക്ക് ഇത്രയും നമ്മൾ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല ഇത്രയും ഒരു എന്താ പറയുക അന്ന് 2000 ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്യൂക്ക് 390 വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് BS3 മോഡൽ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. കാരണം ഞാൻ എന്നുള്ളൊരു വ്യക്തി എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഒരു വണ്ടി കച്ചവടം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഡ്യൂക്ക് 390 BS3 ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മാത്രമെന്നല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വണ്ടിയെ പറ്റിയാണ് എല്ലാവരെയും പോലെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട്, അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ KL വണ്ടികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലും പ്രത്യേകിച്ച് ഈ വണ്ടികളൊക്കെ റിവ്യൂ ചെയ്ത് ഒരു 7 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു BS3 ഡ്യൂക്ക് 390ക്ക് ഇത്രയും നമ്മൾ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല ഇത്രയും ഒരു എന്താ പറയുക അന്ന് 2000 ഇപ്പം നിലവിൽ ലാസ്റ്റ് 2017 ഈ ഒരു വണ്ടി ലാസ്റ്റ് സ്റ്റോക്കിൽ ഓൺ റോഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 2,10,000 രൂപ അങ്ങോട്ടായിരുന്നു. വെറും 2,10,000 രൂപയ്ക്ക് 390cc സ്ലിപ്പർ ക്ലച്ച് ഡുവൽ ചാനൽ ABS ഏറ്റവും കൂടുതൽ പവറുള്ള ആ ഒരു വിലയിൽ ഉള്ള വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അന്നത്തെ കാലം ഇന്നത്തെ കാലം ഡിഫറൻസ് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ വില ഇപ്പം നിലവിൽ അന്നെടുത്തതിനേക്കാളും ഒരു 10,000-40,000 രൂപയുടെ കുറവ് മാത്രമാണ് ഇപ്പം നിലവിൽ ഓരോ ആൾക്കാരും ചോദിക്കുന്നത്. അത്രയും വില കൊടുത്ത് ഈ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് മുതലാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി വൈസ് വേറെ മൂഡാണ് സാധനം. അത് ഓടിച്ചവർക്കറിയാം BS3 എന്താണെന്നുള്ളത്. ഒരു 2020 വരെ ഈ വണ്ടിയെപ്പറ്റി സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ആർക്കും ഇല്ലായിരുന്നു. ഈ വണ്ടി എല്ലാവരും മറന്നു തുടങ്ങിയ ജെൻ 1 ഒരു 80,000 തൊട്ട് ഒരു 1,00,000 രൂപ വരെയൊക്കെ കൊടുത്താൽ നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടി നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. നല്ലൊരു വണ്ടി വേണമെങ്കിൽ 1,50,000 മിനിമം കൊടുക്കണം. അപ്പം 10 വർഷം 12 വർഷം പഴക്കമുള്ള വണ്ടിക്ക് 1,50,000 1,60,000 കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഹെവി റിസ്ക്കാണ്. പ്രത്യേകിച്ച് ഡ്യൂക്ക് 390 എന്നൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് BS3 എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി അൺറിലയബിൾ ആയിട്ടുള്ളൊരു എൻജിനാണ്. അതായത് അധികം നാൾ അങ്ങനെ യമഹായും ഹോണ്ടയും പോലെ അങ്ങനെ കിടന്ന് ഓടത്തൊന്നുമില്ല. അതിൻ്റേതായിട്ടുള്ളൊരു മെയിൻ്റെനൻസ് എന്തായാലും വരും. ഒരു 40,000 കഴിഞ്ഞാൽ ഏത് നിമിഷവും ആ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു പണി നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒറ്റ കൈ കിടന്ന് ഓടിയ വണ്ടി ആയിരിക്കണം. സിംഗിൾ യൂസിൽ അത്രയും പക്കായിട്ട് എൻജിൻ ഓയിൽ 5,000 മാറേണ്ടത് ഒരു 4,000 ആകുമ്പോഴേ മാറുന്ന, വലിയ റഷ് റൈഡിങ് ഇല്ലാതെ സിറ്റി റൈഡിങ് ഒക്കെ കുറവുള്ള, ടൂറിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. എന്നാലും റിസ്ക്കാണ്. കാരണം ഡ്യൂക്ക് 390 ആണല്ലോ വണ്ടി. ഹൈ കംപ്രഷൻ, ഒരു പവറൊക്കെ കുത്തി നിറച്ച് വെച്ചൊരു ബോംബാണ്. ഞാൻ ഇപ്പം അടുത്ത സമയത്ത് ഈ ഒരു മാസം ഒരു 15 വണ്ടിയെങ്കിലും നോക്കിയിട്ടുണ്ട്. 15 വണ്ടിയും എന്തെങ്കിലുമൊക്കെ ഒരു പണിയുള്ള വണ്ടിയാണ് ഗൈസ്. അതായത് ഫ്യൂൽ പമ്പ്, കുറഞ്ഞത് ഫ്യൂൽ പമ്പിനെങ്കിലും പണി ഉണ്ടായിട്ടുണ്ടാകും. കുറഞ്ഞത് ആ ഒരു 10 ഒരു 5 വണ്ടിയും എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇടിയും കയറലൊക്കെ കഴിഞ്ഞ വണ്ടിയായിരിക്കും. അപ്പോൾ നല്ല വണ്ടി ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. ഇപ്പം നിലവിൽ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തപ്പി കിട്ടിയതാണ്. ആ ഒരു വണ്ടിക്കും ECUവിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു മിസ് അലൈൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ECU റീഡിങ് 40,000, മീറ്ററിൽ 20,000. ആ വണ്ടി നമ്മൾ റിട്ടേൺ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു കസ്റ്റമറിനെ നമുക്ക് ചെറിയൊരു ഡിഫറൻസിന് പോലും പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വലിയ കച്ചവടക്കാരനൊന്നും അല്ലെങ്കിലും വിൽക്കുന്ന വണ്ടികൾ നമുക്ക് നല്ല മാന്യമായിട്ട് ആരും പ്രാകാതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ആ 390 നമ്മൾ തിരിച്ച് കസ്റ്റമറിന് കൊടുത്ത് നമ്മൾ പൈസ തിരിച്ച് മേടിച്ചു. കാര്യം എന്തിനാണ്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നല്ലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ 1,50,000 1,60,000 1,70,000 കൊടുത്താലും തൃപ്തിയാകാൻ പ്രാപ്തിയുള്ളൊരു വണ്ടിയാണ് ഡ്യൂക്ക് 390. പക്ഷേ വണ്ടി കിട്ടാനില്ല ഗൈസ്. അഥവാ എടുത്താൽ തന്നെ നല്ലൊരു പണി ഏത് നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചോണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 തവണ ചിന്തിച്ച് നോക്ക്. ഒരു BS6 വണ്ടി 1,00,000 1,50,000 കൂടെ 1,50,000 ഇട്ടാൽ 1,00,000 ഇട്ടാൽ നിങ്ങൾക്ക് BS6 വണ്ടി കിട്ടും. ജെൻ 2 മാരക ലുക്കല്ലേ. ജെൻ 1നേക്കാളും ലുക്ക് എന്തായാലും ജെൻ 2നാണ്. തീർച്ചയായിട്ടും ജെൻ 3യേക്കാളും ലുക്ക് ജെൻ 2 ഉണ്ടോയെന്ന് ഡൗട്ടാണ്.
പക്ഷേ ആ ഒരു റോ ഫീലും ആ ഒരു സൗണ്ടും ആ ഒരു ഹുളിഗൻ പവറും ഒക്കെ ജെൻ 1 കിട്ടത്തുള്ളൂ. ഇനി ജെൻ 3യേക്കാളും കൂടുതൽ ആ ഒരു ഫീല് ജെൻ 1-നാണുള്ളത്. സോ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് പരമാവധി ഡീലറിൻ്റെ ജെൻ 3 ഒക്കെ എടുക്കുവാണെങ്കിൽ പരമാവധി ഡീലറിൻ്റെ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കൊരു 10 ദിവസത്തേക്കെങ്കിലും ഒരു ചെക്കിംഗ് വാറൻറ്റി കിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് OLX നിന്ന് കണ്ട ഒരു വണ്ടി എടുക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് 80% മുകളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഞാൻ തപ്പി നീറ്റല്ലാത്ത ഒരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഈ 10 വർഷം പഴക്കമുള്ള വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സർവീസ് ഹിസ്റ്ററി പക്കാണോയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ലാതിരിക്കണം. ECU മാറ്റി തരുന്ന ഒരു പരിപാടിയുണ്ട് കിലോമീറ്റർ കുറയ്ക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ECU മീറ്റർ തിരിച്ച വണ്ടികൾ വരാനുണ്ട്. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഭയങ്കര മോശമാണ്. ഒരാളുടെ വിയർപ്പും അധ്വാനമൊക്കെ നമ്മൾ മാനിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കിനി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആരെയും ചതിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു പണി കിട്ടി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പണി കിട്ടിയെന്ന് പറയുമ്പം ആരും ഡയറക്റ്റ്ലി എന്നെ ചതിച്ചതല്ല. ഇതിപ്പം നമ്മൾ പ്രതീക്ഷയോടെ എടുത്തു, കസ്റ്റമറിൻ്റെ വാക്ക് കൊടുത്തു. പക്ഷേ ആ വണ്ടിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തിനാണ് 20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ പൈസയ്ക്ക് ഈ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി കൊടുക്കുന്നത്? പോട്ടെ, എനിക്ക് 5-10 പോയാലും പ്രശ്നമില്ല. നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഒരാൾക്കൊരു വിശ്വസ്തത ഉണ്ടല്ലോ, അതൊരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഉഡായിപ്പൊക്കെ ഒരുപാട് കാണും. അതൊക്കെ നോക്കി ക്രാങ്ക് കേസിൻ്റെ പണി, ഹെഡിൻ്റെ പണി, സിലിണ്ടറിൻ്റെ പണി, പിസ്റ്റൻ്റെ പണി, അത് എല്ലാത്തിലുപരി എൻജിൻ ഓയിൽ കൂളൻ്റ് മിക്സ് ആകുന്നതിൻ്റെ പണി, ECU സാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ECU റീഡിങ് എടുത്ത് നോക്കിയിട്ട് വണ്ടിയിൽ കണക്ട് ചെയ്ത് നോക്കി ചേസ് നമ്പർ ECUവിൻ്റെ നമ്പറുമായിട്ട് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. എല്ലാത്തിലുപരി നല്ലൊരു വിശ്വസ്തനായ ഡീലറിൻ്റെ നിന്ന് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്ന് തിരിച്ചറിയ വീഡിയോ.